PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഘട്ടങ്ങളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ഒരു ചോദ്യ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടെ പഠിച്ചിട്ട് പോകുന്നത് വളരെയധികം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനു മുൻപ് നടന്ന പരീക്ഷകളിൽ നമ്മൾ ഇതുപോലെ അനുബന്ധ വിവരങ്ങളുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സും കണ്ട് അനുബന്ധ വിവരങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം അടുത്ത ഘട്ടത്തിൽ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. ടെലിഗ്രാം വഴിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നത്. LDC LGS 2024 ബേസ് ചെയ്തിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, രാമനമ്പിയാണ്. രാമനമ്പി. അപ്പോൾ നമുക്ക് ഇവിടെ രാമനമ്പിയെക്കുറിച്ച്, കുറിച്യർ കലാപത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ ഓപ്ഷൻസ് പഴശ്ശിരാജ, തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. ആ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം കുറിച്യർ കലാപം. കുറിച്യർ കലാപം നടന്ന വർഷം നമ്മൾ കണ്ടു, 1812 കുറിച്യർ കലാപം നടക്കുന്നത്. ഈ കുറിച്യർ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് മുദ്രാവാക്യം? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് കുറിച്യർ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് നമ്മളിപ്പോൾ പറഞ്ഞു, രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരമാണ് കുറിച്യർ സമരം. എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കുറിച്യർ സമരമാണ്. ഈ കുറിച്യർ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് എന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം ഓപ്ഷൻ എന്താണ്? 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യർ കലാപത്തെ അടിച്ചമർത്തിയത് എന്നാണ്. 1812 മെയ് 8. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കുറിച്യർ കലാപം നടന്ന വർഷം 1812. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. നേതൃത്വം നൽകിയത് രാമനമ്പി. ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരമാണ് കുറിച്യർ സമരം. ബ്രിട്ടീഷുകാർ എന്നാണ് ഇതിനെ കലാപത്തെ അടിച്ചമർത്തിയത്? 1812 മെയ് 8. ഓക്കെ, ഇനി ഈ കുറിച്യർ കലാപത്തിൽ അവരെ സഹായിച്ചത്, കുറിച്യരെ കലാപത്തിൽ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറുമ്പർ എന്ന് പറയുന്നത്. കുറുമ്പർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ് കുറിച്യരെ ഈ കലാപത്തിൽ സഹായിച്ചത്. ഇതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് പഴശ്ശിയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? പഴശ്ശി വിപ്ലവങ്ങൾ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് എന്ത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച ഈ ഒരു പഴശ്ശി വിപ്ലവം അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്താനുള്ള കാരണം എന്താണെന്ന് ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. എന്താണ് കാരണം? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ്. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രക്ഷോഭം നടത്താനുള്ള കാരണമെന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മല ഏത് എന്ന് ചോദിക്കാം. പുരളിമലയാണത്. പുരളിമല കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മല ഏതാണ്? പുരളിമലയാണ്. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിശ്ചന്ദ്ര പെരുമാളാണ്. ഹരിശ്ചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം സ്ഥാപിച്ചത്.
പുരളിമല എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ പുരളിശെമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ്. പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവാണ് പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? പൈച്ചി രാജ, കൊട്യോട്ട് രാജ. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്യോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരാ? പഴശ്ശിരാജയാണ്. അതേപോലെ പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാം പഴശ്ശി കലാപം. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്നാം പഴശ്ശി കലാപം നടന്നത് എപ്പോഴാണ്? കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. ഓക്കെ, ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെ. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപം നിർത്തലാക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായത് ആരാണ് എന്ന് ചോദിക്കാം. ചിറക്കൽ രാജാവ്. ആരാണ്? ചിറക്കൽ രാജാവാണ്. ഒന്നാം പഴശ്ശി കലാപം നിർത്തലാക്കാനായിട്ട് പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായത് ആരാ? ചിറക്കൽ രാജാവാണ്. ഓക്കെ, ഈ രണ്ടാം പഴശ്ശി കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സേന വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഈ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആർതർ വെല്ലസ്ലി, പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് ആർതർ വെല്ലസ്ലി. അദ്ദേഹം നിയമിച്ച 1200 പോലീസുകാരടങ്ങിയിട്ടുള്ള പ്രത്യേക സേന അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ. ഇതും ചോദിച്ചിട്ടുണ്ട്. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേന അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആർതർ വെല്ലസ്ലി പ്രഭുവാണ്. ഇതും ഒരുപാട് തവണ ചോദിച്ചതാ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാ? ആർതർ വെല്ലസ്ലി പ്രഭു. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം എന്താണ്? ഇതെല്ലാം ചോദ്യമാണ്. ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് എന്ന് പറയും. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് എന്ന് പറയുന്നത്. ഈ ഒളിപ്പോര് നടത്താനായിട്ട് പഴശ്ശിരാജയെ സഹായിച്ചതാണ് നമ്മുടെ ഓപ്ഷനിൽ കണ്ടിട്ടുള്ള എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, പിന്നെ ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു. അപ്പോൾ തലയ്ക്കൽ ചന്തു ആരാ? വയനാട്ടിലെ കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. അപ്പോൾ അവരൊക്കെയാണ് ഒളിപ്പോര് നടത്താനായിട്ട് അല്ലെങ്കിൽ ഗറില്ല യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, കുറിച്യർ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു എന്നിവരാണ്. ഇനി പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ്. പഴശ്ശിരാജ എന്ന് പറയുന്ന മൂവി കണ്ടവർക്ക് ഏകദേശം എല്ലാവരുടെയും പേരുകളൊക്കെ അറിയുമായിരിക്കും അല്ലെ. അപ്പൊ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പു നായർ. പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പു നായർ. ഈ എടച്ചേന കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ചോദിക്കാറുണ്ട്. 1802 എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും കൂടെ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം എത്രയാണ്? 1802. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. കല്ലുമാല സമരം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. കല്ലുമാല സമരത്തിൽ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിൽ ഉൾപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന എല്ലാ നവോത്ഥാന നായകരെ കുറിച്ചും നമ്മുടെ SCERT ചാപ്റ്ററിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അയ്യങ്കാളിയെ കുറിച്ച് എന്താണ് SCERTയിൽ തന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ ഹെഡിങ് തന്നെ വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം എന്നുള്ളതാണ്. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. ആരുടെ? അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാരാ? അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും
അധസ്ഥിതരുടെ സാമൂഹ്യനില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പൊ വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം എന്ന് അല്ലെ, ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അതാണല്ലോ, സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അദ്ദേഹം അധസ്ഥിതർക്കു വേണ്ടിയിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ചിരുന്നു. ഏത് വർഷം? 1904 ചോദിക്കാറുണ്ട്. അയ്യങ്കാളി അധസ്ഥിതർക്കു വേണ്ടി മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ച വർഷം 1904. ഇനി അയ്യങ്കാളിയുടെ പ്രസിദ്ധമായ കോട്ട്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അപ്പൊ അദ്ദേഹമാണ്, അയ്യങ്കാളിയാണ്. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സമയത്ത് അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാ? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ ജനനം ചോദിക്കാറുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംഘടിപ്പിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ചോദിക്കാറുള്ളതാണ് അല്ലെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാ? അയ്യങ്കാളി. അദ്ദേഹം ജനിച്ചത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനിക്കുന്നത്. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി എന്നിവ വർദ്ധിപ്പിക്കുക, ഇതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാൻ പറ്റുന്നതാണ്. എന്താണ് ലക്ഷ്യങ്ങൾ? സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളാണ് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുപോലെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന, ഇതൊക്കെയായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലും അംഗമായിട്ടുണ്ട്. അപ്പോൾ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലും അംഗമായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ആര് പ്രകീർത്തിച്ചിട്ടുണ്ട്? ഗാന്ധിജി പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് ആണ് വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. അപ്പൊ 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അപ്പോൾ വെങ്ങാനൂരിലെ ഇടവഴികളിലൂടെയാണ് വില്ലുവണ്ടി യാത്ര. ഏതാണ് വർഷം? 1893 കേട്ടോ. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെയുള്ള അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര. അപ്പൊ വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരാ? അയ്യങ്കാളി. ഏത് വർഷം? 1893. ഈ അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അപ്പൊ വില്ലുവണ്ടി യാത്ര 1893 അയ്യങ്കാളി എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ കല്ലുമാല സമരം. നമ്മളോട് ഇപ്പൊ ചോദിച്ചത് എന്തായിരുന്നു? കല്ലുമാല സമരം. അപ്പൊ കല്ലുമാല സമരം എന്ന് പറഞ്ഞത് എന്താണ്? അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. അപ്പൊ കീഴായ്മയുടെ ചിഹ്നമായ ഈ കല്ലുമാല വലിച്ചെറിയാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഇതാണ് കല്ലുമാല സമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല അങ്ങനെ അവർ ആഭരണമായിട്ട് ധരിക്കുന്ന സ്ത്രീകളാണ്. അപ്പൊ കീഴായ്മയുടെ ചിഹ്നമായിട്ടുള്ള ഈ ഒരു കല്ലുമാല ഊരി വലിച്ചെറിയാനായിട്ട് അവരോട് പറഞ്ഞു. ആര്? അയ്യങ്കാളി അഭ്യർത്ഥിച്ചു. അപ്പൊ അങ്ങനെ അവര് പ്രതിഷേധത്തോടുകൂടെ കല്ലുമാലകൾ 4 അടി ഉയരത്തിൽ ഇങ്ങനെ എറിഞ്ഞത് കുമിഞ്ഞുകൂടി. അതാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. അപ്പൊ കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി യാത്ര, കല്ലുമാല സമരം എന്നിവ സംഘടിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരെക്കുറിച്ച്? അയ്യങ്കാളിയെക്കുറിച്ച്. ഇനി നമ്മുടെ ഓപ്ഷനിലുള്ള അടുത്ത ആളാണ് ഈ ചിത്രത്തിൽ കാണുന്ന പൊയ്കയിൽ കുമാരഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്നും പൊയ്കയിൽ യോഹന്നാൻ എന്നും പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ്. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളെല്ലാം പാട്ടിലൂടെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വരികളാണിത്.
കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. പിന്നെയോ, ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഈ വരികളൊക്കെ ആരുടെയാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ്റെതാണ്. ഓർത്തിരിക്കുക, വരികൾ തന്നിട്ട് ആരുടേതാണെന്ന് ചോദിക്കാം. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നോക്കുക, ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിച്ചത്. ആര്? ശ്രീ കുമാര ഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവല്ലയിലെ ഇരവിപേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. തിരുവല്ലയിലെ ഇരവിപേരൂരിൽ. അയ്യങ്കാളി ജനിച്ചത് എവിടെയാ? വെങ്ങാനൂരിലാണെന്ന് പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ. ഇവിടെ ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവൻ ജനിച്ചത് എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് പൊയ്കയിൽ അപ്പച്ചൻ എന്നാണ് അല്ലെ. പൊയ്കയിൽ അപ്പച്ചൻ എന്നും പൊയ്കയിൽ യോഹന്നാൻ എന്നും പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ എന്നും കുമാര ഗുരുദേവൻ എന്നും എല്ലാ പേരിലും അറിയപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ്. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടിയിട്ട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS അല്ലെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിക്കുന്നത്. അദ്ദേഹം 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. അയ്യങ്കാളിയും അംഗമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആരാണ്? ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. ഓക്കെ. ഇനി യുദ്ധവിരുദ്ധ ജാഥ, അതായത് 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ എന്ന് പറയുന്നത്. അപ്പൊ ആ ജാഥയുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം ലോകത്തിന്, സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് യുദ്ധവിരുദ്ധ ജാഥ നടക്കുന്നത്. അപ്പോൾ മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് കേട്ടോ പൊയ്കയിൽ കുമാര ഗുരുദേവൻ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് എവിടെ മുതൽ എവിടം വരെയാ? മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നിലേക്കാണ്. എന്താണ് മുദ്രാവാക്യം ജാഥയുടെ? സമാധാനം ലോകത്തിന് സമാധാനം എന്ന് പറയുന്നതാണ് മുദ്രാവാക്യം. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മുടെ ഓപ്ഷനിലുള്ള വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് SCERT കൊടുത്തിട്ടുള്ളതാണ്. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ജനനം എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. അയ്യങ്കാളി തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ഇരവിപേരൂരിലാണ് ജനിച്ചത്, തിരുവല്ലയിലെ ഇരവിപേരൂരിൽ. ഇവിടെ ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് എവിടെയാ? തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. അദ്ദേഹം അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. അപ്പൊ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും വേണമെന്ന് വാദിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കോട്ടാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ആരുടെ വാക്കുകളാ? ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. അദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്ന എവിടെയാണ്? കൊല്ലം ജില്ലയിലെ
പന്മന. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്നത്. ഇനി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ആ പേര് വന്നു? ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് ഒക്കെ നിയന്ത്രിച്ചിരുന്നതും ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കിയതിനുമുള്ള ചുമതല ഗുരുനാഥൻ അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നീട് അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മുടെ ഓപ്ഷനിലുള്ളത് ഗുരുദേവനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? SCERT കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ 3 കോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ കോട്ട്സ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതേപോലെ അടുത്തതാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇത് പറഞ്ഞത് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതും ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഇനി മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇതെല്ലാം ആരുടെ വാക്കുകളാ? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. ഓക്കെ, അപ്പോ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ സർവമത സാഹോദര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഏറെയും പ്രയത്നിച്ചത്. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ആലുവയിലാണ്. അടുത്ത ചോദ്യം, ആലുവയിലെ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ശ്രീനാരായണ ഗുരു കുറിച്ചു വെച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇത് അദ്ദേഹം എവിടെയാണ് കുറിച്ചത്? ആലുവയിൽ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ശ്രീനാരായണ ഗുരു കുറിച്ചു വെച്ചിട്ടുള്ളതാണ്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന പ്രഖ്യാപനം നടത്തിയതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് നോക്കിക്കേ, അക്കാലത്ത് നിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. ഏതൊക്കെയാണ്? പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവാണ്. ആർഭാടവും അമിതവ്യവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചതും അദ്ദേഹമാണ്. ഗുരുസന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു, വർഷം 1903. ഓക്കെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വർഷം 1903. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം എവിടെയാണ്? ചെമ്പഴന്തി എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്
ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് ഗുരുവിന്റെ പ്രധാന കൃതികൾ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ ഓർത്തിരിക്കുക. ജനിച്ചത് എവിടെയാണ്? SNDP സ്ഥാപിതമായത്. അതുപോലെ ഈ പറയുന്ന അനാചാരങ്ങൾ, പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം, ഇതിനെല്ലാം എതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചതുമെല്ലാം ശ്രീനാരായണ ഗുരുവാണ്. ഇനി വിദ്യാലയം, പ്രധാന ദേവാലയം നോക്കുക. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറയിളക്കുന്നതായിരുന്നു. അപ്പൊ ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അദ്ദേഹം എവിടേക്കാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്? ഒന്ന്, ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അതെവിടെയാണ്? അരുവിപ്പുറത്താണ്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? അരുവിപ്പുറത്ത്. അതുപോലെ തന്നെ ദീപപ്രതിഷ്ഠ നടത്തി. അതെവിടെയാണ്? കാരമുക്കിലാണ് ദീപപ്രതിഷ്ഠ. ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറത്ത്, ദീപപ്രതിഷ്ഠ കാരമുക്കില്. അതുപോലെ ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അത് ശിവഗിരിയിലാണ്. അപ്പോൾ ഇത് ചോദിക്കും കേട്ടോ. ശിവലിംഗ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയത് എവിടെയാ? അരുവിപ്പുറത്ത്. ദീപപ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? കാരമുക്ക്. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? ശിവഗിരി. ഓർത്തിരിക്കണം. ഇനി ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്താണ് അദ്ദേഹം നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ എവിടെയായിരുന്നു? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്താണ് അവസാനത്തെ പ്രതിഷ്ഠ. അവിടുത്തെ പ്രതിഷ്ഠ എന്താണ്? കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. ഓം എന്ന് എഴുതിയിട്ടുള്ള ഒരു കണ്ണാടി. അപ്പൊ ശ്രീനാരായണ ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം. കണ്ണാടി പ്രതിഷ്ഠ, ഓം എന്ന് എഴുതിയിട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠിച്ചത് കളവൻകോടത്താണ്. ക്ഷേത്രത്തിനടുത്ത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഇതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുകയല്ല, ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിന്റ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, അടുത്ത റിലേറ്റഡ് ഫാക്ട്സിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, സജഷൻസ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ടെലിഗ്രാമിൽ ആരും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.